നോക്കൂ നിങ്ങൾ എന്ന് മാത്രമല്ല, ഇവരിവിടെ പഠിപ്പിച്ചൊരു വലിയ സംഭവം ഉണ്ടായിരുന്നു. ഈ കാലത്ത് കറാമത്ത് പറയാൻ പാടില്ലത്രേ. സോഷ്യൽ മീഡിയ യുഗമാണ്. അതുകൊണ്ട് തന്നെ കറാമത്ത് പറയാൻ പാടില്ല. ആ ബുക്കുണ്ടല്ലോ അവിടെ, ഇതൊക്കെ ഒന്നും ഞങ്ങൾ മറന്നിട്ടില്ല. നിങ്ങളെ പിടിക്കാൻ തന്നെ ഞങ്ങളെ തീരുമാനം. നിങ്ങളെന്താ വിചാരിച്ചിട്ട് ഇവിടെ കറാമത്ത് പറയുമ്പോൾ, മുഅ്ജിസത്ത് പറയുമ്പോൾ വലിയ പ്രശ്നം. അത് ആളുകൾ ട്രോളും, ജമാഅത്തെ ഇസ്ലാമി ട്രോളും. ജമാഅത്തെ ഇസ്ലാമി മുജാഹിദൊക്കെ കറാമത്തിനെ ട്രോളാൻ തുടങ്ങിയതൊന്നുമില്ല. ഓല് ഏതെല്ലാം കാലത്ത് ഇത് പറയുന്നുണ്ട്. ഓല് പറയാത്ത കാലം വല്ലതും ഉണ്ടോ? കറാമത്ത് പറയുന്നതിനെതിരിൽ നിങ്ങൾ ജില്ലാ ആസ്ഥാനങ്ങളിൽ ഓരോ ജില്ലയിലും പണ്ഡിത സമ്മേളനങ്ങൾ വിളിച്ചു. എന്നിട്ട് നിങ്ങൾ കൊടുത്ത നോട്ടാത് മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ, എല്ലാ സമ്മേളനത്തിനും കൊടുത്തതാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്തയായിട്ടൊന്നും ഇതിന് ബന്ധമൊന്നുമില്ല കേട്ടോ. സമസ്ത എന്ന് പറഞ്ഞാൽ അത് EK ഉസ്താദിൻ്റെ സമസ്തയാണ്. EK ഉസ്താദ് ഈ ജാതി ഒരു സംഭവം പറഞ്ഞില്ലല്ലോ, അത് വേറെ തന്നെ അല്ലേ. അതിവിടെ മഹത്തുക്കളെ പഠിപ്പിച്ചു കൊടുക്കല്ലേ ചെയ്തത്. കറാമത്ത് പറയാനായിട്ട് മൗലിദ് എഴുതല്ലേ ചെയ്തത്. നമ്മളാ പറയുന്ന വലിയ വലിയ കറാമത്തൊക്കെ EK ഉസ്താദ് എഴുതി വെച്ചതാണ്. മഹാനായ ഇടിയങ്കര ഷെയ്ഖിൻ്റെ കറാമത്ത് പറഞ്ഞപ്പോഴാണ് ഇടിയങ്കര ഷെയ്ഖ് മുഹമ്മദ് അലാവുദ്ദീനുൽ ഹിംസി തങ്ങളും അന്നത്തെ ഖാദിയാരും കൂടി ഒരു കരാറ്. ഖാദിയാർ പറഞ്ഞു, ഞാൻ മൗത്തായാൽ നിങ്ങൾ മയ്യത്ത് കുളിപ്പിക്കണം. ഷെയ്ഖ് അവറുകൾ പറഞ്ഞു, ഞാൻ വഫാത്തായാൽ നിങ്ങളും. അങ്ങനെ ഷെയ്ഖ് അവറുകൾ ആദ്യം വഫാത്താകുന്നു. ഖാദി സ്ഥലത്തില്ല. ഓടി വന്നു ഖാദിയാർ, ഖാദി മുഹമ്മദ് തങ്ങളെ ജ്യേഷ്ഠനാ. അവർ വന്നിട്ട് പറഞ്ഞു, ഖാദിയാർ എന്നോട് ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ മയ്യത്ത് കുളിപ്പിക്കണം. മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി എടുത്തു വെച്ചു. വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഷെയ്ഖ് അവറുകൾ കണ്ണു തുറന്നു നോക്കി എന്നാണ്. അനാനാ ഞാൻ തന്നെയാണ് കുളിപ്പിക്കുന്നത്, അവിടെ കിടന്നോളൂ. അപ്പൊ കണ്ണു ചിമ്മീൻ. ഇത് EK ഉസ്താദ് എഴുതി വെച്ചതാ. ഞാൻ പറഞ്ഞപ്പോൾ മടവൂർ ശൈഖുനാന്റെ കറാമത്ത് പറയുന്നു പറഞ്ഞു ഇവിടെ മൗലിമാരൊക്കെ കളിപ്പെട്ടിരുന്നു. അത് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകാം. ഷാ പറഞ്ഞ ആരെക്കുറിച്ചാണ്? മുഹമ്മദ് അലാവുദ്ദീനുൽ ഹിംസി തങ്ങളെ കുറിച്ചാ. അതാരാ എഴുതി വെച്ചത്? EK ഉസ്താദാ. നിങ്ങളെ ഈ ന്യൂ ജനറേഷൻ മുഷാവറ അല്ലത്, അത് ഒറിജിനൽ മുഷാവറയിൽ ഔലിയാക്കന്മാരാളാ EK ഉസ്താദ്. അത് വേറെ തന്നെയാണ്. നിങ്ങൾക്കിതിങ്ങനെ നോക്കല്ലേ. എന്താ ഇടമുറുക് കരുതുക? നമ്മൾ കറാമത്ത് പറഞ്ഞാൽ എന്ത് കരുതിയാലും ഞമ്മക്കെന്താ? ഓൻ്റെ വിചാരം നോക്കിയിട്ടാ കറാമത്ത് മുഅ്ജിസത്ത് പറയല്. മൗലവി എന്താ കരുതുക? യുക്തിവാദി എന്താ കരുതുക? എന്നൊരു യുക്തിവാദി ആയിപ്പോയി അറിയാതെ. അതേണ്ടായത്. അതല്ലേ ഇവിടെ സംഭവിച്ച്. എന്നിട്ട് എന്താ ഇതിലെഴുതിയതിൻ്റെ 5-ാമത്തെ പേജിൽ പച്ചയായിട്ട് എഴുതി, വിശ്വാസികളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്നതും സംശയങ്ങൾ ജനിപ്പിക്കുന്നതും സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയാത്തതും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലും സംസാരിക്കരുത്. ബുദ്ധിക്ക് യോജിക്കാത്ത കറാമത്ത് പറയരുത്. ഇത് സമസ്തയുടെ പേരിൽ നിങ്ങൾ ഇറക്കിയതാ. ഇതുകൊണ്ടാ ഞങ്ങൾ പറഞ്ഞ് നിങ്ങളും ദീനുമായി ഒരു ബന്ധവുമില്ല. നിങ്ങൾ പുറത്താക്കിയാലെന്ത്, നിങ്ങൾ അകത്താക്കിയാലെന്ത്? ഈ ടീം നമ്മളെല്ലാവരും കൂടി ഇപ്പോൾ അകത്താക്കി. കാന്തപുരം സമസ്ത നിങ്ങളൊക്കെ ദീനിലാണ്. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഏതെങ്കിലും റഹ്മത്ത് കിട്ടാണ്ട് അത് തടയും. അല്ലാഹ് കാക്കട്ടെ. ഒരു കാലത്തും നമ്മൾ അംഗീകരിക്കരുത്. നിങ്ങളെല്ലാവരും കൂടി ഞങ്ങൾ പുറത്താക്കി എന്താ ഉണ്ടാകുക? ഒരു ചുക്കും വരാനില്ല. കാരണം എന്താ? ദീൻ നിങ്ങളെടുത്തില്ല. നിങ്ങളെ സംഘടനയെന്ന് പുറത്താക്കിക്കോളിയും. അതിന് വേറെ സംഘടന അങ്ങണ്ടാക്കി നിങ്ങളെയും പുറത്താക്കിയ പോലെ. അതിനിപ്പോൾ എന്താ പ്രശ്നം? ദീനുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധമില്ല. നിങ്ങൾ പുറത്താക്കിയാൽ ദീന്ന് പുറത്താക്കലാവില്ല. നിങ്ങൾ അകത്താക്കിയാൽ അകത്താവില്ല. ഒരു ബന്ധമില്ല. അതുകൊണ്ടല്ല ഞങ്ങൾ എഴുതി വെച്ച് ദീന് പറയണമെങ്കിൽ ബുദ്ധിക്ക് യോജിക്കണം. ആ എഴുതി വെക്ക് മാത്രമല്ല, അത് വായിക്കുന്നുണ്ട് മറ്റേ ചങ്ങായി. ഒന്ന് കേൾപ്പിച്ചു കൊടുക്ക്. മലയാളത്തിൽ കുറച്ച് കാര്യം എഴുതിയിട്ടുണ്ട്. വിശ്വാസികളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്നതും സംശയങ്ങൾ ജനിപ്പിക്കുന്നതും സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയാത്തതും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലും സംസാരിക്കുന്നത്. പ്രബോധകന്മാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചിലർ ചോദിക്കും, ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ എല്ലാം ഉൾക്കൊള്ളാൻ കഴിയും, അല്ലെന്നുണ്ട് തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത യുക്തിവാദി ഇല്ലേ? യുക്തിവാദിന്റെ കഥ ഒന്ന് വെടക്കാനാൻ അതിനൊന്നും ബാക്കിയില്ല. അതേസമയം നല്ല വെടക്കായ്പ നമ്മൾ നോക്കേണ്ടത്. നല്ലൊരു സാധനം വെടക്കായി പോകാൻ കാരണമായിരുന്നു നമ്മുടെ പ്രസംഗം. അതുകൊണ്ടേ വെടക്കായ സാധനമാണ്. അപ്പോ നമ്മളെ വിശ്വസിച്ചിട്ടുള്ള ആളുകൾക്ക് തന്നെ ഉൾക്കൊള്ളാൻ കഴിയാൻ പ്രയാസപ്പെടുന്നത്. അതുപോലെ ഇല്ലാത്ത സംശയങ്ങൾ ഉണ്ടാകും. മുസക്കിക്കുല്ല യുഫ്ലിഹ് എന്ന് പറഞ്ഞില്ലേ? അയാൾ ആ വാചകം വായിച്ച് അത് വിശദീകരിക്കുകയാണ്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ബുദ്ധിക്ക് യോജിക്കാത്ത കറാമത്തുകൾ പറയരുത്. ശാസ്ത്രം കൊണ്ട് തെളിയിക്കപ്പെടാൻ പറ്റാത്തത് പറയരുത്.
സോഷ്യൽ മീഡിയ യുഗത്തിൽ തീരെ പറയരുത് എന്ന് പറഞ്ഞാൽ ഖുർആൻ തന്നെ ഓതരുത്. ഇതല്ലേ ഇപ്പം ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഖുർആനിലല്ലേ ഒട്ടകം സംസാരിച്ചതും അതുപോലെ തന്നെ അസ്ഹാബുൽ കഹ്ഫിൻ്റെ നായ സംസാരിച്ചൊക്കെ ഉള്ളത്. അപ്പോൾ ഖുർആൻ തന്നെ ഓതരുത് എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇതിനു വേണ്ടി ഉലമാ സമ്മേളനം നടത്തൊക്കെ എവിടെ നിന്ന് വന്നതാ? മഹാനരായ ശൈഖ് മടവൂർ അവരെ കറാമത്ത് പറച്ചിൽ നിർത്താൻ വേണ്ടി. ഇതല്ലേ നിങ്ങൾ ഇതിൻ്റെ പേശ പിന്നെ ആലിയാജിൻ്റെ കറാമത്തൊക്കെ ഉണ്ടായത്, അതൊക്കെ പിന്നെ ഉണ്ടായത് എയർപിൻ കറാമത്തൊക്കെ. നിങ്ങൾ നന്നായി ചിന്തിക്കണം. പക്ഷേ ഒടുവിൽ ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയങ്ങൾ? നല്ല പണിയാണ് കൊടുത്ത് ശവ്വാൽ തന്നെ കിട്ടുകയും ചെയ്തു. അതുണ്ടായത്. എന്താ സംഭവിച്ചത്? ഞാൻ വിശദമായിട്ട് പറയില്ല, ഒരൊറ്റ ഒന്ന് നമുക്കെടുക്കാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊക്കെ എടുത്തു നോക്കി. ഇപ്പം എന്താ നിങ്ങളെ അവസ്ഥ? ബുദ്ധിക്ക് യോജിച്ചതേ പറയാൻ പാടുള്ളൂ. ദീനിലെ നിയമം കൊണ്ടുവന്ന് നിങ്ങൾ കുടുങ്ങിങ്ങൾ. എന്താ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആളുകൾ ട്രോളിക്കൊണ്ടിരിക്കുന്ന സംഭവം ഏതാ? എല്ലാ പ്രമുഖ ചാനലിലും വന്നു. വലിയ വലിയ ചാനൽ, ചില ചാനലിൽ നിന്നൊക്കെ വന്ന് വാർത്ത മുക്കി. അപ്പോഴേക്ക് അടുത്ത ചാനൽ അത് പ്രസിദ്ധീകരിച്ചു. എന്താ പ്രസിദ്ധീകരിച്ചത്? ഡോക്ടർമാർക്കെതിരെ സംസാരിക്കുന്നു ഒരു ചങ്ങാതി. ഏതോ ഒരു ഡോക്ടർ ഏതോ ഒരു സ്ഥലത്ത് ചിലപ്പോൾ അയാൾ പൈസക്ക് വേണ്ടി എന്തോ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇവന് പൈസക്ക് വേണ്ടി മാത്രമേ ചെയ്ത് പരിചയമുള്ളല്ലോ. ഈ പറയുന്ന ഇന്റർനാഷണൽ ദായിക്ക് പൈസക്ക് വേണ്ടി ദീന് വിറ്റ പരിചയമുള്ളൂ. അപ്പം അയാളെപ്പോലെ തന്നെ എല്ലാവരും കാണാണ്. പൈസക്ക് വേണ്ടി വിറ്റുള്ള ഞമ്മക്കൊക്കെ സൂബൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. നോളേജ് സിറ്റിയിൽ നടന്ന ആ സുഹബൻ്റെ സർട്ടിഫിക്കറ്റ് ഞമ്മക്കെങ്ങനെ കിട്ടി? നമ്മളതിൽ രജിസ്റ്റർ ചെയ്തു, സർട്ടിഫിക്കറ്റ് വിതരണം ഉണ്ട് എന്ന് കേട്ടപ്പോൾ നമ്മളോട് ചോദിച്ചു, നിങ്ങൾക്ക് വേണോ? വേണം. എന്താ ചെയ്യേണ്ടത്? 1000 ഗൂഗിൾ പേയിൽ ഇട്ടോളൂ. നമ്മൾ ഇട്ട് കൊടുത്തു. സർട്ടിഫിക്കറ്റ് ഔദ്യോഗികമായിട്ട് നമുക്ക് വന്നു. അതിൻ്റെ ബാക്കി പറയാണ്ടെന്ന് നേരമില്ലാഞ്ഞിട്ടാണ് തിങ്കളാഴ്ച നമുക്ക് വൈലത്തൂരിൽ നിന്ന് പറയാം. ഇന്ന് സമയം പോരാ, നീ ഇയാളെയും കൂടി കവർ ചെയ്ത് പ്രസംഗിക്കേണ്ടിയുണ്ടല്ലോ, അത് വിട്ടിട്ടില്ല. അങ്ങനെ എവിടെ നോക്കിയാലും പൈസ, ക്യാഷ്, ഇതല്ലേ ലക്ഷ്യമുള്ളൂ. അപ്പോൾ ഡോക്ടർമാരെ കുറിച്ച് അയാൾ പറയാണ്, ചില ഡോക്ടർമാർ എന്നല്ല എല്ലാ ഡോക്ടർമാരൊക്കെ ഓപ്പറേഷൻ ചെയ്യുന്നത് അതൊക്കെയും ക്യാഷിന് വേണ്ടി ആളുകളെ പറ്റിക്കുകയാണ്. ഒരുപാട് ദിവസം മുമ്പ് തന്നെ അഡ്മിറ്റ് ചെയ്യിപ്പിക്കും, എന്നിട്ട് നിർത്തിച്ച് ഇത് കീറി മുറിക്കും. ഒരിക്കലും നമ്മൾ ഓപ്പറേഷന് നിന്നു കൊടുക്കാൻ പാടില്ല. എന്തിനാ ബേജാറാകണ്? 4 കൊല്ലം വരെ ഗർഭത്തിൽ കുട്ടി നിൽക്കൂലേ? പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കാത്തത്? എന്തിനാ നിങ്ങൾ പേടിക്കണത്? കാര്യമായിട്ട് ഒരു ഡോക്ടർ ഇന്നലെ പറയുന്നുണ്ട്, ആദ്യം ഈയെ കാണിച്ചു തരണം. ഏതെങ്കിലും ഒരു ഭാര്യനെ നിർത്തിയാൽ മതി, എല്ലാ ഭാര്യയും കൂടി വേണമെന്നില്ല. ഒരു ഭാര്യനെ എടുക്കുക, എന്നിട്ടൊരു 4 കൊല്ലം നിർത്തി കാണിച്ചു തരാം. അതാണ് ആദ്യം ചെയ്യേണ്ടി നിങ്ങൾ. അപ്പോൾ പറയാ, അത് കിതാബിലൊക്കെ അല്ലേ 4 കൊല്ലം. മിണ്ടി പോകരുത് നിങ്ങൾ. കിതാബിലോ? നിങ്ങളെ ഉസൂൽ എന്താ? അടിസ്ഥാനം പറഞ്ഞോ? ഇത് സോഷ്യൽ മീഡിയ യുഗമാണ്. ഇവിടെ ആളുകൾ ട്രോളുന്നത് പറയാൻ പാടില്ല, ശാസ്ത്രം കൊണ്ട് തെളിയിക്കപ്പെടാത്തത് മിണ്ടാൻ പാടില്ല. ഇതല്ലേ നിങ്ങൾ കറാമത്തിനെ കുറിച്ച് പറഞ്ഞത്? ഇപ്പൊ എന്തായി? നിങ്ങളെ SYSന്റെ ഇന്നലെ വരെയുള്ള സെക്രട്ടറി, ഇന്നത്തെ പ്രസിഡന്റ്, രണ്ടുമാണല്ലോ. ഹക്കീം അസ്ഗരി, ഹക്കീം മൗലവി, ഇന്റർനാഷണൽ ദാഴി. അയാൾ തന്നെ പറയാണ് 4 കൊല്ലം പള്ളിയിൽ നിൽക്കും. അപ്പൊ അവതാരകായ പെണ്ണ് ചോദിക്കാണ്, ഇതൊക്കെ എങ്ങനെ വളമ്പണ്? ഇതൊക്കെ മനുഷ്യനോട് പറയാൻ പറ്റുമോ? ഉത്തരങ്ങൾ പറഞ്ഞെടുത്തേക്ക്. ഇവാറത്തൊന്നും ചാനലേരൊക്കെ കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങളാണ് ആ വാദം ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ ട്രോളും ബുദ്ധിപരമായി തെളിയിക്കാൻ പറ്റാത്തത്, അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റാത്തത്, ഇതൊന്നും പറയരുത് എന്ന് കറാമത്തിന് വേണ്ടി വാദിച്ചവരാ നിങ്ങൾ. ആ വാദിച്ചവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷ മാത്രമല്ല, ഈ ശവ്വാൽ അതൊന്നൊന്നര ശവ്വാലാണെന്ന് എല്ലാ ദിവസവും വ്യക്തമാവല്ലേ? ഈ ശവ്വാലിലെ പണി എങ്ങനെയാ നിങ്ങൾ? ആദ്യം ബൽക്കൊരു ഇരട്ട് കൊടുക്കും, ആയിമൽ വന്ന് കൊത്തും, ലാസ്റ്റ് ഇവരെ അടക്കി അത് കൊണ്ടുപോകും. ഇപ്പൊ മൊത്തം ചർച്ച ചെയ്യാണ്. ഇന്നിപ്പോ പ്രമുഖ ചാനലുകളിലൊക്കെ ആ വാർത്ത വന്നു. എല്ലാവരും ചർച്ച ചെയ്യാണ്, മഹാ പൊട്ടന്മാരിട്ടോ, എന്താ അങ്ങനെ 4 കൊല്ലമൊക്കെ അങ്ങനെ നിൽക്കുമോ?
ഒരാൾ ചോദിക്കും എന്നാ സുഖമാണല്ലോ, 4 കൊല്ലം മുമ്പ് പിന്നെ ഭർത്താവ് വിദേശത്ത് പോയാലും 4 കൊല്ലം കഴിഞ്ഞ് പ്രസവിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇങ്ങനെ എന്തൊക്കെ കണ്ടെത്തലുകളാണ് നടത്തുന്നത് അറിയോ? എന്നിട്ട് ഇവരെ ലോകം മുഴുവനും കളിയാക്കി പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളെ സകല നിലവാരം അടിച്ചുപോയി. ആ അടിച്ചു പോകലാണ് ശവ്വാലിൻ്റെ 1-ാമത്തെ ഘട്ടം. ഇനി വരുന്നേ ഉള്ളൂ, ബാക്കി വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. ആ വാർത്തൻ്റെ നേരത്തെ തൊയിലിട്ടതാണ് എൻ്റെ പ്രസക്തമായ ഭാഗം. അത് കേൾക്കാതിരിക്കാൻ പറ്റൂല, അവർക്ക് വിടാൻ പറ്റും. നിങ്ങളെ എവിടുന്നാണ് ഇത് ഈ ശാസ്ത്രീയ പിന്നെ മൊയിലേക്കന്മാരായി വരാൻ പോകുന്നത്? വിട്ടുകൊടുക്കുക. സിസേറിയൻ ഇല്ലേ ഈ നാട്ടിലുണ്ടോ? അത് പ്രസവിക്കാൻ വേണ്ടി ഓപ്പറേഷൻ ചെയ്യാം. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഡോക്ടർ കണക്ക് കൂട്ടിയിട്ട് പറയും ഏപ്രിൽ 13-നാണ് ഡേറ്റ്. അപ്പൊ 10 തന്നെ അഡ്മിറ്റ് ചെയ്തോളെ. അപ്പൊ 3 ദിവസത്തെ പൈസ ആശുപത്രിക്ക് കിട്ടും. 13-നൊന്നും പ്രസവിക്കൂല. അപ്പൊ ഡോക്ടർ പറയാ സാരമില്ല, നമുക്കൊന്ന് 1 ദിവസം കൂടെ നോക്കാം. 14. പിന്നെ ഡോക്ടർ പറയും 1 ദിവസം കഴിഞ്ഞു, എന്താ ചെയ്യാന്ന് അറിയില്ല, എന്തായാലും ഒന്നുകൂടെ കാത്തു നോക്കാം. 15. ഇനി ഒന്നും ചെയ്യാൻ നിർവാഹമില്ല, ഇന്ന് തന്നെ മുറിക്കണം. യഥാർത്ഥത്തിൽ 20-നാണ് ഡേറ്റ്. പക്ഷെ ഡോക്ടർ ഒരാഴ്ച നേരത്തെ പറയും, അത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാ. അപ്പൊ നമ്മൾ വിചാരിക്കും നല്ല ഡോക്ടർ ഡേറ്റ് ആയിട്ട് പിന്നെ 2 ദിവസം കാത്തു നിന്നു എന്ന്. ഇത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏർപ്പാടാണ്. വയറ്റിലൊരു കുട്ടി 4 വർഷം വരെ കിടക്കാം, അല്ലേ? 4 വർഷം വരെ കിടന്നൂടെ? 4 വർഷം വരെ ഒരു കുട്ടി വയറ്റിൽ കിടക്കാം. അതുകൊണ്ട് 10 മാസമായി പോയി ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞ് ബേജാറാണ്ട് കാര്യമൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞാൽ മതി. സമയമാകുമ്പോൾ പ്രസവിക്കും. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. അല്ലാഹു തആല വയറ്റിലൊരു സാധനം പഠിച്ചിട്ടുണ്ടോ, അല്ലാഹു തആല ഇത് പുറത്തേക്ക് കൊണ്ടുവരും. അതിന് സീസറിന്റെ ആവശ്യമില്ല. ശ്രീകുമാരനാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചെയ്യുന്നത്. ഈ കാലത്തും ഇങ്ങനെയൊക്കെ ഒരു പൊതുവേദിയാണെന്ന് തോന്നുന്നു, പൊതുവേദിയിൽ പറയുന്നവരുണ്ടല്ലോ. ഇത് എവിടെ വെച്ചായിരുന്നു ഈ സംഭവം? ആരെങ്കിലും അദ്ദേഹത്തെ തിരുത്താൻ തയ്യാറായിട്ടുണ്ടോ? അദ്ദേഹം പറയുന്നത്, KP അബ്ദുൽ ഹക്കീം അൻസാരി പറയുന്നത് 4 വർഷം വരെ ഒരു കുട്ടി അമ്മയുടെ വയറ്റിൽ കിടക്കുമെന്നാണ്. ഇത് കൂടാതെ അദ്ദേഹം പറയുന്നത് സിസേറിയൻ എന്നത് തട്ടിപ്പ് ഏർപ്പാടാണ്. ഡോക്ടർമാർ അവരുടെ കച്ചവട താല്പര്യത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സിസേറിയൻ നടത്തുന്നത് എന്നാണ്. ഒരു ദിവസം 20-ന് പ്രസവിക്കേണ്ടതാണെങ്കിൽ 14-ന് തന്നെ അഡ്മിറ്റ് ആക്കും, 15-ന് സിസേറിയൻ നടത്തുമെന്നാണ് അദ്ദേഹത്തിന്റെ വിവാദ പരാമർശം ഉണ്ടായത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് വിചിത്രമായ ഭാഗം 4 വർഷം വരെ ഒരു കുട്ടി അമ്മയുടെ വയറ്റിൽ കിടക്കുമെന്ന ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ആരും ഇതുവരെ അദ്ദേഹത്തെ തിരുത്താൻ തയ്യാറായിട്ടില്ല. എന്തായാലും വീട്ടിലെ പ്രസവവുമായി ബന്ധപ്പെട്ട് മരണവുമായി ബന്ധപ്പെട്ടൊക്കെ വിവാദങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഇത്തരമൊരു വിചിത്രമായ പരാമർശം വന്നിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എങ്ങനെയുണ്ട്? ലോകരുടെ മുമ്പിൽ നിങ്ങളുടെ നേതാക്കളുടെ പൊട്ടത്തരം പ്രകടമായ ശവ്വാൽ നിങ്ങളുടെ വാദമനുസരിച്ച് നിങ്ങളാണതിവിടെ കൊണ്ടുവന്നത്. ബുദ്ധിക്ക് യോജിക്കാത്തത് പറയാൻ പാടില്ല. തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായി? ഒരു വിലയിൽ. എന്നിട്ട് എന്താ ചെയ്തെന്നറിയോ? ചാനൽക്കാരനെ വിളിച്ച് ക്യാഷ് കൊണ്ട് മറികടന്ന് ഇത് മുക്കാൻ നോക്കി. അടുത്ത ചാനൽ പിന്നെയും പ്രസിദ്ധീകരിച്ചു. ഇപ്പം പുതിയ ചാനൽ വീണ്ടും വന്നിരിക്കുകയാണ്. ഇത് വിടോങ്ങളെ. അതാ പറഞ്ഞത്, ഇതൊക്കെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ശവ്വാൽ നിങ്ങളോടൊക്കെ ഈ ബേജാർ